ആദ്യമായി ഹമാസ് ഇറാനോട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കരുത് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഹമാസ് എന്ന് പറയുന്നത് ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് ഇറാൻ്റെ സകല പിന്തുണയോടും കൂടി പലസ്തീനിലെ ഗസയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതേ ഹമാസ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കരുത്. അപ്പോൾ വളരെ വലിയ സമ്മർദ്ദം ഹമാസിൻ്റെ പുറത്തുണ്ട്. ഹമാസ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് തന്നെ ഇറാൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പിന്തുണ കൊണ്ടുകൂടിയാണ്. അവർക്ക് ഗസ റീബിൽഡ് ചെയ്യാൻ വേണം. അപ്പോൾ അവരെ കൊണ്ടുകൂടി പറയിപ്പിക്കുകയാണ്. എല്ലാവരെ കൊണ്ടും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇറാനോട് സമ്മർദ്ദം ചെലുത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ദ്വീപിൽ ഉണ്ടാക്കിയ മിലിറ്ററി ഇൻസ്റ്റലേഷനെ മാത്രം ആക്രമിച്ചതിലൂടെ ഹമാസിനെ ഈ കാര്യത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇറാനെതിരെ ഹമാസ് ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ ഹമാസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത്. ഇതെല്ലാം സംഭവിക്കുകയാണ്. സോ ഒരു തരത്തിലും യുദ്ധം തീരില്ല എന്നും തീർക്കാനാവില്ല എന്നും മനസ്സിലാവുന്നില്ല. അടുത്ത ആഴ്ചയിലേക്ക് ഈ എണ്ണയുടെ ക്രൈസിസ് പോവുകയാണെങ്കിൽ, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം പോവുകയാണെങ്കിൽ ലോകം വലിയ പാൻഡിമോണിയം എന്നുള്ളതാണ് വാക്ക്, മൊത്തത്തിൽ അലമ്പാവും, ആകെ പ്രശ്നമാവും. 150 200 ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം. ബാരലിന് $200 തരാം, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ഈ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ പ്രശ്നം, കപ്പലുകൾ യാത്ര ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് ലോയിഡ് പോലെയുള്ള ലണ്ടനിലുള്ള ഇൻഷുറൻസ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരാണ് ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ ഇൻഷുറൻസ്, എത്ര പ്രീമിയം അടയ്ക്കണം എന്നുള്ളത്. അന്നത്തെ വാർ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ക്ലോസ് $50,000 ആയിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് $1 മില്യൺ അത് ഉയർന്നു കഴിഞ്ഞു. ഇൻഷുറൻസ് മേഖലയിൽ പറയുന്നത് ഒരു കമ്മിറ്റി തന്നെ അവരെന്ന് പറയുന്നത് ജോയിൻറ്റ് വാർ കമ്മിറ്റി. നമ്മൾ വിചാരിക്കുന്നത് യുദ്ധത്തിലുണ്ടാക്കിയ സാധനമാണ്. ഈ ജോയിൻറ്റ് വാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് മേഖലയിലെ ആളുകളെല്ലാം കൂടെ യുദ്ധത്തിൻ്റെ ക്രൈസിസ് അനലൈസ് ചെയ്യാനും യുദ്ധത്തിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യാനും ഉള്ളൊരു സംവിധാനമാണ്. അവരാണ് ഇപ്പോൾ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു കപ്പലിനെ പോലും ആക്രമിക്കേണ്ട, ഒരു മിസൈൽ പോലും ഹോർമൂസിൽ അയക്കണ്ട, പക്ഷേ അടിക്കും കത്തിക്കും ഇനിയും സാധ്യതയുണ്ടെന്നുള്ള ഭീഷണി മാത്രം മതി ഈ പറയുന്ന ഇൻഷുറൻസ് പ്രീമിയം വല്ലാതെ കൂട്ടാൻ. അത് കൂട്ടിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, 48 മണിക്കൂർ നോട്ടീസിൽ കൊടുത്ത ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഇതാണ് ശരിക്കുള്ള പ്രശ്നം. ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ത്രെട്ടില്ല എന്ന് മനസ്സിലായാലേ ഇൻഷുറൻസ് കമ്പനികൾ, ഇൻഷുറൻസ് ഏജൻറ്റുമാർ ഈ പ്രീമിയം കുറയ്ക്കുകയുള്ളൂ. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ തീരെ ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാകുന്നത്, ഉള്ള ഇൻഷുറൻസ് വെച്ചിട്ട് ഏതെങ്കിലും കമ്പനികൾ വന്നു തുടങ്ങിയാൽ പെട്രോളിൻ്റെ വില അത്രയും കൂടെ കൂടും. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില വീണ്ടും കൂടും.